അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോ ഞാൻ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യാണ്. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികൾ കാണും. വിരലിലെണ്ണാവുന്നവരെ കാണുള്ളൂ. അവർക്ക് കേൾക്കാം, അവർ ഫുള്ള് കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സമയം പോലെ നിങ്ങൾ കേൾക്കുക. ബോറടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ, ഇപ്പം കുക്കിങ്ങിൻ്റെ ഇടയ്ക്കോ അല്ല വീട് വൃത്തിയാക്കലിൻ്റെ ഇടയ്ക്കോ ഒക്കെ ജസ്റ്റ് ഒരു റേഡിയോ പോലെ ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കാം, നിങ്ങൾ കേൾക്കുക. ഓക്കെ. അപ്പോൾ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളെ മിസ്സാകുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ് എങ്കിലും ഇടയ്ക്ക് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു സിനിമയുടെ കുറച്ച് ഭാഗം കണ്ടു. നമ്മൾ കേട്ടിട്ടുണ്ട്, പേര് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ സിനിമയുടെ പേര്. അതിലെ നായകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ആ മനുഷ്യൻ്റെ പേരും ചില സമയത്ത് ഞാൻ മറന്നു. ചില സമയത്ത് ഞാൻ എല്ലാവരുടെയും പേരൊക്കെ മറക്കുന്ന ഒരു ആളാണ്. ബിജു മേനൻ. അപ്പം ബിജു മേനനും ആശ ശരത്തും. അപ്പോൾ ആ സിനിമ അത് തന്നെയാണ്, ആസിഫ് അലി ഒക്കെയുള്ള സിനിമ. ആ സിനിമയാണ് കുറച്ചേ കണ്ടുള്ളൂ. ഞാനങ്ങനെ ഒരു സമയത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ നോക്കാമെന്നിരിക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് കാണുന്നതാണ്. എനിക്ക് ഈ വിഷമം വരുന്ന, ഇടി വരുന്ന അങ്ങനെയുള്ള സിനിമകളൊന്നും ഞാൻ കാണില്ല. ഇപ്പം ചില സിനിമകൾ കുറച്ച് ഭാഗം നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ അങ്ങോട്ട് അതിൽ ദുഃഖവും ദുരന്തവും ഒക്കെ കയറി വരുമ്പോൾ ഞാൻ അത് അവിടം വെച്ച്, എനിക്ക് എവിടം വരെയാണോ കാണാനിഷ്ടം അവിടം വരെ വെച്ച് കണ്ടിട്ട് ബാക്കി ഞാൻ ഒഴിവാക്കും. കാരണം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. പിന്നെയും അത് അനാവശ്യമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ അവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഒരു സിനിമ ഭ്രാന്തിയൊന്നുമല്ല, പക്ഷേ ഞാൻ ഈ കാണുന്ന സിനിമകളിൽ എന്താണ് നമ്മുടെ ജീവിതവുമായി ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ചിന്തിക്കും. ഇന്ന് ഞാൻ കുറേ പഴയ പാട്ടുകളൊക്കെ നമ്മുടെ ഇതിൽ പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണി നടക്കുന്ന സമയത്തും ഒക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അലസത പോലല്ലേ. അപ്പോൾ ഞാൻ ഈ പഴയ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇച്ചിരി വോളിയത്തിൽ വയ്ക്കും. നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം കേൾക്കട്ടെ. കാരണം അവരെല്ലാം ഇത്തിരി പ്രായമുള്ള ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. അവർക്ക് ആ ജോലി ചെയ്യുമ്പോൾ അവരുടെ ആയാസം കുറഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഞാനങ്ങനെ സ്ഥിരം ഉച്ച കഴിയുന്ന സമയത്തൊക്കെ ഈ പാട്ട് വെച്ച് കൊടുക്കും. അപ്പം നമുക്കറിയാവുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, മഞ്ജു ഭാഷിണി എന്നൊക്കെ തുടങ്ങുന്ന പാട്ട്. അത് പിന്നെ 14 രാവുദിച്ചത്, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ പാട്ടില്ലേ, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഇത്തിരി വോളിയത്തിൽ ഇങ്ങനെ കേട്ടിട്ട് കേൾക്കുക എന്ന് പറയുമ്പം ഞാനതിൻ്റെ ആ വരികളാണ് ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അതിങ്ങനെ നമ്മൾ ആ ഒരു വരികളിങ്ങനെ ശ്രദ്ധിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഞാനിപ്പം പാട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഒരാൾ എൻ്റെ കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഞാൻ പാടുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കും, എന്നിട്ട് ചിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഡാൻസൊക്കെ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുകയൊക്കെ ചെയ്യും. ഞാൻ പറയുമ്പോൾ പോയി തട്ടല്ലേ എന്ന് പറയാം. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ പാട്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ വിഷുവിന് ഞാനൊരു പാട്ട് പാടിയിട്ടിട്ട് അങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കേട്ടു. അപ്പോൾ ആ പാട്ട് ഞാനിങ്ങനെ പ്ലേ ചെയ്യുമ്പോഴേക്കും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മോള് ഇങ്ങനെ പറയും. അപ്പോൾ ഇന്ന് കണ്ട സിനിമ എന്ന് പറയുന്നത്, ജോലിയുടെ കൂടെ അത് നടക്കട്ടെ, അപ്പം കുഞ്ഞും അതൊക്കെ ശ്രദ്ധിക്കും. ഇത്തിരി നേരമൊക്കെ അവൾക്ക് ബോറിങ്ങാണ് ഇങ്ങനെ TV കാണലും. കുറച്ച് നേരം നോക്കിയിരിക്കും, പിന്നെ അവളുടേതായിട്ടുള്ള കളികളായിട്ട് പോകും. അങ്ങനെ ഞാൻ വെച്ചതാണ്. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഒരു ഫീലെന്ന് വെച്ചാൽ, ഇതുപോലത്തെ കുറേ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ അവർ 2 ലോകത്ത് ജീവിക്കുന്നു. ആ സിനിമയിൽ നമുക്കറിയാം, അതിൽ ഭാര്യയും ഭർത്താവും, ആശ ശരത്തും ബിജു മേനനും 2 തലത്തിൽ ജീവിക്കുന്നവരാണ്. അതായത് ആവശ്യമുണ്ടെങ്കിൽ മിണ്ടും, ഇല്ലെങ്കിലില്ല. ഭാര്യയുടേതായിട്ടുള്ള കടമകളെല്ലാം കറക്റ്റായിട്ട് നിർവഹിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതിനകത്തിൽ, അല്ലേ. രാവിലത്തെ ഫുഡ് വലിയ കാര്യത്തെ അവർ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കി വെക്കുന്നു 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ. പക്ഷേ
അതിലെന്താണ് ആ ഒരു സീനും വല്ലാത്തതായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഭർത്താവും കഴിക്കുന്നില്ല, മകനും കഴിക്കുന്നില്ല അല്ലേ. അപ്പോൾ അത് അവർക്ക് അപ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കുമെന്ന് പ്രതീക്ഷിച്ച് നോക്കി നിൽക്കുന്നു, പക്ഷെ നോക്കുന്നില്ല. അപ്പോൾ അടുത്ത് നിന്നൊരു സ്ത്രീ അത് അപ്പോൾ ആ ഒരു കമൻറ്റ് പറയുന്നു. അതൊക്കെ അപ്പോൾ ആ കമൻറ്റിനെ മറികടക്കാനായിട്ട് അവർ മറ്റൊരു കമൻറ്റ് പറയുന്നു. അതൊക്കെ തീർച്ചയായിട്ടും എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മളെ മറ്റുള്ളവരൊന്ന് അളക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനായിട്ടൊരു ക്ലൂ ഇട്ട് തരുന്ന പോലാണ് ആ ഒറ്റ ഒരു സീന്. അപ്പോൾ അവർ അത് മനസ്സിലാക്കി അതിനെ മറികടക്കുന്ന ഒരു മറുപടി കൊടുത്തു. പക്ഷെ ചില ആളുകൾക്ക് അതിനുള്ള കഴിവുള്ളൂ. പലർക്കും എന്താണ് അത് അങ്ങനെ ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ ഒന്ന് ഡള്ളായിട്ട് ആലോചിക്കും. അപ്പോൾ അവരോട് വീണ്ടും ഒന്ന് ചോദിച്ചവരോടൊരു അടുപ്പം തോന്നും, പിന്നെ സംസാരം തുടങ്ങും അല്ലേ, എന്താണെന്ന് പറയാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇത് തുടങ്ങും. പക്ഷേ അതിലെ ടേണിംഗ് പോയിൻ്റ് മറ്റൊന്നാണ്. ആ ഫോൺ നമ്പർ മകൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കിട്ടുന്നതും അതുവഴിയുള്ള കോണ്ടാക്റ്റ് തുടങ്ങുന്നതും ഒക്കെ. കാരണം നമ്മൾ സിനിമ എല്ലാവരും കണ്ടതാണല്ലോ. അതായത് ഇതിലെ നായകൻ, അതായത് മറ്റേ ബിജുമേനെ വിചാരിക്കുന്നത് തൻ്റെ പഴയ കാമുകി എന്നുള്ള ഗേൾ ഫ്രണ്ട് എങ്ങനെ ആയിക്കോട്ടെ അവരായിരിക്കുമെന്ന് കരുതി വിളിക്കുന്നതാണ്. അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ ഈ സംസാരം കാണുമ്പോൾ എന്തോ ഒരു വഴിവിട്ട രീതിയിൽ പോകുന്നു എന്നതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അങ്ങനൊരു രീതിയല്ല. അവരുടെ ആ കോണ്ടാക്റ്റിലൂടെ ഇയാളുടെ ജീവിതത്തിലും അയാളുടെ ഭാര്യയുടെ ജീവിതത്തിലും ഒരു പൊതു വെളിച്ചമാണ് ഉണ്ടാകുന്നത് അല്ലേ. നമുക്കറിയാം ഓരോരോ സീനുകൾ മാറി വരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഈ ഫോണിലുള്ള സംസാരം തുടങ്ങിയതിന് ശേഷം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നു. അതുവരെ തൻ്റെ ഭാര്യയെ ഒന്ന് അകറ്റി നിർത്തിയിരുന്ന ആൾ പിന്നീട് എന്താണ്, ഈ ഫോൺ വിളി തുടങ്ങിയതിന് ശേഷം ഭാര്യയെ ചേർത്ത് പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കരുതും വിവാഹം കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ മറ്റൊരു പുരുഷനോട് സംസാരിച്ചാൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് സംസാരിച്ചാൽ അത് വളരെ തെറ്റാണ് എന്ന് 100% നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം അതെന്തുകൊണ്ടാണ്? അവിടെ ഒരു കാമുകിയായിരുന്നു അല്ലെങ്കിൽ കാമുകനായിരുന്നു എന്ന ആ ഒറ്റ ഒരു ലേബലിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ അത് തെറ്റായി മാറുന്നത്? അതോ പൊതുവെ മറ്റൊരു പുരുഷനോട് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കാൻ തെറ്റാണോ? അത് നമ്മുടെ മനോഭാവത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നു. മറ്റൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളോ കൂട്ടുകാരോ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മൈൻഡ് ഞാൻ പറയാണ്, ഞാനതിനെ അത്ര സീരിയസ് ആയിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ചിലരുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരോട് സംസാരിക്കും. ഞാൻ ആ ഒരു ചിന്താഗതിയിൽ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് മോശമായൊരു ബന്ധം തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. പിന്നൊന്ന്, മറ്റൊരു വ്യക്തിയാണ്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. എന്നെ വിവാഹം കഴിച്ചതോടുകൂടി ഒരു കുടുംബമായതോടുകൂടി എല്ലാ ചിന്തകളും മാറ്റിവെച്ച് എല്ലാ ബന്ധങ്ങളെയും വേണ്ടെന്ന് വെച്ച് കുടുംബമേന്ന് മാത്രം കരുതി ജീവിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഇതേപോലെ ചിന്തിക്കുന്ന മനുഷ്യർ കാണും. അതായത് ചിലപ്പം ഭർത്താവ് തെറ്റായ മാർഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്, പക്ഷേ അപ്പോഴും ഭാര്യ പൂർണ്ണമായിട്ട് അയാളെ വിശ്വസിക്കും. അങ്ങനെയുള്ള മനസ്സുകളുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ചില സമയങ്ങളിലൊക്കെ ആ സിനിമയിലൂടെ അത് പറയാതെ തന്നെ പറയുന്നുണ്ട്. കാരണം അയാൾ ഒരിക്കലും തൻ്റെ ഭാര്യയോട് പറയുന്നില്ല തനിക്കിതുപോലൊരു കാമുകയുണ്ട്, കാമുകിയാണ് വിളിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും പറയുന്നില്ല. കാരണം ഇവർ ലാസ്റ്റ് കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സ്ത്രീയെ കാണാനായിട്ട് പോകുന്ന ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മകൻ ലാസ്റ്റ് അറിയുന്നുണ്ട്. ഓക്കെ, കാരണം മകൻ ആദ്യം തൊട്ടേ അറിയാം ഈ ഒരു കോണ്ടാക്റ്റ് വന്നതുകൊണ്ട്.
സിനിമ കണ്ടവർക്കറിയാമല്ലോ. എങ്കിലും അതും അപ്പോഴും മകൻ അതിലൊരു സപ്പോർട്ടായിട്ട് ലാസ്റ്റ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം അങ്ങനെ ഒരു ബന്ധം കൊണ്ട് ആ ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീ കാരണം മറ്റൊരു സ്ത്രീയുടെ ജീവിതം തകർന്നു എന്നുള്ള കഥകളാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ ആ ഒരു സ്ത്രീ കാരണം, ആ സ്ത്രീയോടുള്ള ഒരു സംസാരം മൂലം മറ്റൊരു സ്ത്രീയുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചമുണ്ടായി അല്ലേ. അവർ അടുക്കളയിൽ മാത്രമായി, വീട്ടുജോലികൾ മാത്രമായി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഭർത്താവിന് യഥാസമയം ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അല്ലേ, ഒന്നും ജീവിതത്തിൽ ഒരു സന്തോഷവും ലഭിക്കാതെ ഇനിയൊരു സന്തോഷവും ഇല്ല എന്ന് കരുതി അത് അവർ ഒരു പൂച്ചയെ അതിനകത്ത് വളർത്തുന്നുണ്ട്. ആ പൂച്ചയോട് കാണിക്കുന്ന സ്നേഹവും വർത്തമാനവും ഒക്കെ അങ്ങനെയൊക്കെ നിന്ന് പോകുന്നു. അതുപോലെ തന്നെ മക്കളാണെങ്കിൽ പോലും പലപ്പോഴും ആ അമ്മയോട് അകന്ന് തന്നെ നിൽക്കാനായിട്ട് തോന്നും. മകനായാലും എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യവും, ഫുഡ് കൊടുക്കും വേണ്ട എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിലെ സംവിധായകൻ. അപ്പം നമ്മളതെല്ലാം ശരിയായൊരു കാര്യമാണ്. അങ്ങനെ ഇനി ഒരു പോലീസുകാരനാണല്ലോ അതിനകത്തിൽ, പോലീസായിട്ടാണ്. അപ്പോൾ ആ പോലീസുകാരൻ്റെ എല്ലാ കർശന ബുദ്ധിയും വീട്ടിലും കാണിച്ച് അല്ലേ, മദ്യപിച്ച് ഒരുമാതിരി ചെറിയ റൗഡിസം പോലൊക്കെ വീട്ടിൽ പെരുമാറി അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഈ സ്ത്രീയുടെ സംസാരം മൂലം ഇതെല്ലാം മാറി. പഴയത് പല കാര്യങ്ങളും അയാൾ പൊടിതട്ടി എടുക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാവും. അങ്ങനെ ആ മാറ്റത്തിന് കാരണം ഒരു സ്ത്രീയാണ്. അവർക്കും വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തിലാണ് ഇയാളും മുന്നോട്ട് ജീവിക്കുന്നത്. എന്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തുവായാലും ആ ഒരു സംസാരം കൊണ്ട് ആ സിനിമയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, മറിച്ച് നല്ല കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്കാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് മോശമായ തലത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം ഒരു നിമിഷം മതി മനസ്സിൽ പല ചിന്തകളും ഇങ്ങനെ മാറി മറിയാൻ. അത് ഒരു സിനിമയാണ്, ഒരു കഥയാണ്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലാണ് ഇങ്ങനെയെങ്കിൽ, ഡെയിലി ഇങ്ങനെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണെങ്കിൽ, രണ്ടുപേരും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവരായാലും ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സിൽ അനാവശ്യമായൊരു തോന്നൽ ഒരു നിമിഷം ഉണ്ടായാൽ അവിടെ മുതൽ ആ ബന്ധത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാൻ തുടങ്ങും. കാരണം പുരുഷൻ്റെ മനസ്സിൽ അങ്ങനൊരു മോശം ചിന്താഗതി ആ സ്ത്രീയെക്കുറിച്ച് മോശം എന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധത്തിലൊരു വിള്ളൽ പോലെ തോന്നും. അതുവരെ സുഹൃത്തെന്നുള്ള ഒരു ബന്ധം മാറി തന്നോട് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ ആകർഷണം തോന്നുന്ന രീതിയിൽ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നം രൂപപ്പെടുകയാണ്. കാരണം ഇയാളുടെ മനസ്സിലത് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചില സമയത്ത് നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല. മനസ്സിലെപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ സംഭാഷണത്തിലൂടെ അയാളുടെ മനസ്സ് അവരോട് പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും, ആ സ്ത്രീ ചിലപ്പോൾ അതിനപ്പോൾ മോശമായ രീതിയിലായിരിക്കും പ്രതികരിക്കുക. പക്ഷേ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അതങ്ങനെ കിടക്കും. ഇതും അത് അങ്ങനെ തന്നെ. മനസ്സ് ചിലപ്പോൾ തനിക്ക് ഇത്രയും ദിവസം സംസാരിച്ചപ്പോഴുണ്ടായ ഒരു ഫീല്, എന്തൊക്കെ തരത്തിലുള്ള ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ നമുക്ക് എന്തും ധൈര്യമായിട്ട് പറയാം എന്നൊക്കെയുള്ള ഒരു തോന്നൽ. അപ്പം കുറച്ച് ദിവസം ഇതിൻ്റെ പേരിൽ മിണ്ടാതിരുന്നാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാതൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നാൻ തുടങ്ങും രണ്ട് മനസ്സില്ല. മാത്രമല്ല ഇത്രയും നാളും എത്ര സന്തോഷമായിട്ടിരുന്നു, ഈ ഒരു പ്രശ്നം വന്നില്ല എന്നെങ്കിൽ എത്ര നന്നായിട്ട് പോയേനെ, അയാളോട് അല്ലെങ്കിൽ അവളോട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ശ്വാസം മുട്ടൽ തോന്നുന്നു അല്ലേ. അങ്ങനെ ഓരോ ചിന്തകൾ വരാൻ തുടങ്ങും. ലാസ്റ്റ് ആരെങ്കിലും ഒരാൾ വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് അപകടം തുടങ്ങുന്നതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരാളുടെ മനസ്സിലിരുന്ന കാര്യം ഇപ്പോൾ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. ഇനി അവരുടെ സംസാരത്തിൽ എപ്പോൾ സംസാരിക്കുമ്പോഴും അവരുടെ ഉള്ളിലിരുന്ന് ആ ഒരു കാര്യം ഇങ്ങനെ
മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ സംസാരം പതുക്കെ എന്താണ് മറ്റു കാര്യങ്ങളിലേക്കും കടക്കാൻ തുടങ്ങും. പരസ്പരം കൂടുതൽ അറിയാനായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അത് പിന്നീട് എന്താണ് ഒരു സ്നേഹബന്ധത്തിലേക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ അപകടമാകും. രണ്ട് ബന്ധങ്ങൾ മൂലം രണ്ട് കുടുംബങ്ങൾ തകരും. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ മനുഷ്യജീവനുകൾ അവരുടെ ജീവിതത്തിലും കുറേ പ്രശ്നങ്ങൾ. സമൂഹത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലയിടത്തും കണ്ടില്ലേ 2-3 മക്കളൊക്കെ കാണും. അവരൊക്കെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ചിലർ മക്കളെ കൊന്നിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരേ കാര്യങ്ങൾ വരുന്നത് ഒരു നിമിഷം ഈ ചിന്തകളൊക്കെ മറിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ നമുക്ക് പലപ്പോഴും പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. കാരണം മനസ്സെന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ലല്ലോ. നമ്മളെ എപ്പോഴും നമ്മൾ വേണം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ പലപ്പോഴും മനസ്സ് നമ്മളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കരുതുകയാണ് അത് ചെയ്യരുത് എന്ന് ഞാൻ കരുതിയാലും ചിലപ്പോഴെന്താണ് എൻ്റെ മനസ്സ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ മേൽ മനസ്സ് നിയന്ത്രണം നൽകിയിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ മേൽ നമ്മളുടെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും കാരണം ഈ മനസ്സ് നമ്മളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കൊരു ദേഷ്യം വരുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച് എറിഞ്ഞുടച്ച് അടിയും ബഹളവും എല്ലാം ഉണ്ടാക്കുന്നു. ആ സമയത്തെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരിക്കലും നമ്മളല്ല, നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കും. കാരണം നമ്മുടെ ഈ വികാരവിചാരങ്ങളെല്ലാം കടന്നു പോകുന്നത് മനസ്സിലൂടെയാണ്. അപ്പം മനസ്സ് നമ്മളെ കീഴടക്കി വയ്ക്കും. മനസ്സ് പറയാം നീ അങ്ങനെ ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെക്കൊണ്ട് വേണ്ടാത്തതെല്ലാം ചെയ്യിപ്പിക്കും. അതാണ് മനസ്സ് കൈവിട്ടു പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാ മനസ്സിൻ്റെ അവസ്ഥ മാറിപ്പോകുന്നതാണ്. അപ്പോഴാണ് അരുതാത്തതെല്ലാം ചെയ്യുന്നതും പറയുന്നതുമെല്ലാം. പക്ഷേ അത് കഴിയുമ്പോഴെന്താണ് നമ്മൾ ശാന്തത കൈവരും. ആ സമയത്ത് നമുക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും. എന്നിട്ട് അപ്പം നമ്മളെന്ത് ചെയ്യും? ചിന്തിക്കുന്നത് മുഴുവൻ എന്നാലും എൻ്റെ മനസ്സിലങ്ങനെ തോന്നിയല്ലോ, എങ്ങനെ എൻ്റെ മനസ്സിലങ്ങനെ തോന്നാൻ പറ്റി, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നില്ലല്ലോ, പിന്നെ എന്തു പറ്റി എനിക്ക്, ഈ ചിന്ത തുടങ്ങും. വല്ല ഉത്തരവും കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മൾ വേണം നമ്മുടെ മനസ്സിനെ എപ്പോഴും പിടിച്ചു നിർത്താനായിട്ട്. ഇപ്പം ചിലർ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, നമ്മളെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിരന്തരം കുറേ അങ്ങനെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് ചീത്ത പറയുന്നത് ഇഷ്ടമല്ലായിരിക്കും. അപ്പം മനസ്സിലാക്കുകയാണ് അവളോട് അല്ലെങ്കിൽ അവനോട് നമ്മൾ ചീത്ത പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടത്തില്ല, അവൻ ദേഷ്യപ്പെടും എന്ന് മനസ്സിലാക്കിയ ഒരാൾ എന്ത് ചെയ്യും? നമ്മളെക്കൊണ്ട് ദേഷ്യം വരുത്താൻ വേണ്ടിയിട്ട് ഈ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ്? നമ്മൾ പ്രതികരിക്കും. അപ്പം അവരുദ്ദേശിക്കുന്ന കാര്യം നടക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവൾ ബഹളം വെച്ചത് അല്ലെ അവൻ ബഹളം വെച്ചതെന്ന് ചോദിക്കത്തില്ല. ആരാണ് ബഹളം വെച്ചത് അവരാണ് പ്രശ്നക്കാർ. അതിന് കാരണം എന്നൊന്നും ആരും തിരക്കി പോകത്തില്ല. അതാണ് മിക്കപ്പോഴും നടക്കുന്ന പ്രശ്നങ്ങൾ. ഈ എല്ലായിടവും ഇടിയും ബഹളവും കൊലവിളി എല്ലാം ചെയ്യുന്നത് എന്താണ്? ഈ മനസ്സിനെ കൈവിട്ട് പോകുന്നതാണ്. കൈവിട്ട് പോകുമെന്ന് പറയുമ്പം തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മനസ്സ് മാറിപ്പോവും. മനസ്സ് മാറി നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊരു അപകടവും ഉണ്ടാവില്ല. അനാവശ്യമായ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ലഹരിയുടെ കാര്യം തന്നെ. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ തെളിവാണ് ഈ ലഹരിയോടുള്ള ഈ അമിതമായ താല്പര്യം. അത് നേടാൻ വേണ്ടിയിട്ട് ഓരോരോ തോന്നിയാസങ്ങൾ ചെയ്യുന്നതും എല്ലാം നമ്മുടെ മനസ്സ് കൈവിട്ട് പോയിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിന് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കാനേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നതിന് മുമ്പ് പലതവണ നമ്മൾ ആലോചിക്കണമെന്ന് പറയും.
എടുത്തു ചാടി പ്രവർത്തിക്കല്ലേ എന്ന് പറയും. ഇത് മുമ്പ് ഞാൻ പല വീഡിയോസിൽ അതിൻ്റെ കുറേ ഉദാഹരണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപ്പോൾ നമ്മുടെ മനസ്സിന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് പറയുന്നില്ല. എങ്കിലും പറയാണ്, നമ്മുടെ മനസ്സിനോട് നമ്മളെപ്പോഴും നമ്മളുടെ സ്വഭാവം ഇതാണ്, ഇതിൽ നിന്ന് മാറാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് മനസ്സിനോട് പറഞ്ഞു കൊടുക്കുക. നമ്മളൊരിക്കലും ആരോടും വഴക്കിടരുത്, നമ്മൾ അനാവശ്യമായ വാശിയും വൈരാഗ്യവും കാണിക്കരുത്. അങ്ങനെയൊക്കെ കാണിച്ചാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം. പിന്നെ നമ്മളെ ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വരുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറണം. ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ മനസ്സിനോട് നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ അടിമയാക്കി നമ്മുടെ മനസ്സിനെ വയ്ക്കണം. നമ്മൾ പറയുന്നത് മാത്രമേ മനസ്സ് അനുസരിക്കാവുള്ളൂ. തിരിച്ചൊരിക്കലും വരല്ല. മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കാനേ പാടില്ല. അങ്ങനെ കേൾക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ മനസ്സ് പെർഫെക്റ്റാക്കി നമ്മുടെ കൺട്രോളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു അപകടം വരുമ്പോൾ നമ്മുടെ മനസ്സപ്പോൾ പറയും അത് ചെയ്യരുത്, അത് പ്രശ്നമാണ്. ചില സന്ദർഭത്തിൽ നമ്മൾ തന്നെ പറയും എൻ്റെ മനസ്സ് അപ്പോഴേ പറഞ്ഞേ അത് വേണ്ടാന്ന്, എന്നിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറയും. അപ്പോൾ ആ ഉള്ളിലിരുന്നുകൊണ്ട് ഒരു മനസ്സ് പറഞ്ഞെങ്കിൽ ആ മനസ്സ് എങ്ങനെയാണ് മനസ്സിന് ആ അറിവുണ്ടായത്? അത് നിങ്ങൾ പലപ്പോഴും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെയാണ് ആ മനസ്സ് നിങ്ങളോട് പറയുന്നത് വേണ്ട എന്ന്. അതാണ് പറയുന്നത്, നമ്മളെപ്പോഴും മനസ്സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുറവുകൾ, നമ്മളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മളെപ്പോഴും എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ കുറവുകൾ, അതിനെക്കുറിച്ച് നമ്മൾ നല്ല പോലെ ബോധ്യമുള്ളവരായിരിക്കണം. അങ്ങനെ ബോധ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പല പ്രശ്നങ്ങളും നമ്മുടെ നേർക്ക് വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, നമുക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിനെ ഈ രീതിയിൽ നേരിട്ടാൽ മതിയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ വിജയമാണതവിടെ, അല്ലേ? എല്ലാവരോടും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി ആരെങ്കിലും അവരെ ഇഷ്ടപ്പെടുമോ? ആരോടും മിണ്ടത്തില്ല. സ്വന്തം കാര്യം, അവരോട് ആരെങ്കിലും മിണ്ടുമോ? അവരുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടുമോ? ഇല്ല. ചില മനുഷ്യർ, കൊനിഷ്ഠ മനുഷ്യരുണ്ട്, അവർ പറയും എല്ലാവരും അങ്ങ് അഭിനയിച്ചേക്കണം എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ഒരിക്കലും ആവില്ല. ഒരു അഭിനയം കാഴ്ചവെക്കാനാണെങ്കിൽ അവിടെ നമ്മൾ ആരായി മാറും? നമ്മളൊരു നടനോ നടിയോ ആകത്തേ ഉള്ളൂ. നടിക്കുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ജീവിക്കുകയല്ല. അതിൽ നിന്ന് നമുക്കൊരു തൃപ്തിയും ഉണ്ടാവില്ല. കാരണം അഭിനയിക്കുന്നവരെപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കും. അത് ജീവിതത്തിലാണ് അഭിനയിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനെ ചിന്തിക്കുന്നവർ, അങ്ങനെ അഭിനയിച്ചാൽ ഒരിക്കലും നമുക്ക് ഒരു സംതൃപ്തിയും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ സമൂഹത്തിലിറങ്ങി നടക്കുമ്പോൾ നമ്മൾ നമുക്കറിയാവുന്നവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, വർത്തമാനം പറയുക, അന്വേഷണങ്ങൾ നടത്തുക, തിരക്കുക, അല്ലേ? കാരണം നാളെ നമുക്കൊരാവശ്യം വരുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ ശത്രുക്കളാക്കാതിരിക്കുക. വഴി വെച്ചൊരാളെ കണ്ട് ഒന്ന് ചിരിക്കാൻ പറ്റില്ല, അതാണ് വലിയ കാര്യം. ഒരു ചിരിയിലൂടെ നമ്മുടെ ശരീരത്തിനൊരു ഉന്മേഷം കിട്ടുകയാണ്. കാണുന്നവർക്കും സന്തോഷം, നമ്മൾ കൊടുക്കുന്ന നമുക്കും സന്തോഷം. ഒരു ചിരിയെന്ന് പറയുമ്പോൾ മുഖത്തെ കുറേ പേശികളിലൊക്കെ വലിവും ചുളിവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്കറിയാവുന്നവരെ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചേക്കുക. ചിലപ്പോൾ നമുക്കറിയോ ഇല്ലായിരിക്കും, ചിലർ നമ്മളെ നോക്കി ചിരിക്കും, തലയാട്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ആരാടോ, അല്ല ഇവളാരോ എന്നെ നോക്കി ചിരിക്കുകയാണ്, കളിയാക്കുക, അങ്ങനെ വിചാരിക്കുക. നമ്മളെ നോക്കി ചിരിച്ചെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് ചിരിച്ചേക്കുക, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നു, അപ്പോൾ ശരി, ഒരു താങ്ക്സ്. അങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ച് എത്ര നല്ലൊരു ജീവിതം നമുക്ക് കിട്ടുമെന്നറിയാമോ?
നമ്മൾ അനാവശ്യമായ കുറേ കൊനഷ്ട ചിന്താഗതികളുമായിട്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഒരു ചിരിയിലൂടെ മറ്റൊരാൾക്കൊരു തിരിച്ചൊരു ചിരി നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കാര്യമല്ലേ? അല്ലേ? നമ്മൾ ആരോടും അനാവശ്യമായി വഴക്കിനും ബഹളത്തിനും പോകാതിരിക്കുക. ചിലരുണ്ട് നമ്മളെ വഴക്കിടാൻ വരുന്നുണ്ട്, അവരോട് വിട്ടുകൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെപ്പോഴും സഭ്യത കൈവെടിയരുത്, മോശമായ വാക്കുകൾ ഉപയോഗിക്കരുത്, എന്താണ് കൈബലമോ ആയുധബലമോ ഒന്നും എടുക്കരുത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് ഒരാളെ പരാജയപ്പെടുത്താം സഭ്യമായ വാക്കുകളിലൂടെ. അതായത് നമ്മളോടൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അവരെങ്ങനെ ചോദിച്ചു, അപ്പോൾ നമുക്ക് തിരിച്ച് ചോദിക്കാൻ ഒരു മറുപടി ഉണ്ടാകണം നമ്മുടെ മനസ്സിൽ. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അതിനാണ് പറയുന്നത് മനസ്സിനെ നമ്മൾ അടിമയാക്കി വെച്ചേക്കുക. അങ്ങനെ എഴുതുമ്പോൾ എന്താണ്, നമ്മളോടൊരാൾ ഒരു കാര്യത്തിന് നമ്മളെ എതിർത്ത് സംസാരിച്ചാൽ നമുക്ക് തിരിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കാരണം നമ്മൾ അപ്പോൾ ഓർത്തോർത്ത് വരും. നേരെ മറിച്ച് അവർ പറയുന്നത് കേട്ടിട്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ പ്രഷർ അങ്ങ് കൂടുകയാണ്. നമ്മുടെ ആ രക്തത്തിന് സമ്മർദ്ദം അങ്ങോട്ട് കൂടിയിട്ട് നമുക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ വിചാരങ്ങളെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് മൊത്തം കുളമാകും. നമുക്ക് പറയാനുള്ളത് പറയാനും പറ്റില്ല, എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അതിലും നല്ലത് ഒരാളെ നമ്മളോട് ചീത്ത പറയുക അല്ലെങ്കിൽ വഴക്കിടാൻ വരുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് സമാധാനത്തോടെ കേൾക്കുക. കേട്ടതിന് ശേഷം മുഴുവൻ കേൾക്കണം. കേട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞില്ല, നിർത്ത്, ഇനി ഞാൻ എൻ്റെ മറുപടി പറയാം. ഇങ്ങനെ നമ്മൾ തിരിച്ച് മറുപടി പറയാം. അങ്ങനെ ശീലിക്കും. അപ്പം നമുക്കവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരാൾ നമ്മളോട് വന്ന് ഒച്ചത്തിൽ അലറി സംസാരിച്ച് നമ്മളെ കുറേ ചീത്തയൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ അനങ്ങാതെ നിന്നത് കേൾക്കുക. കേട്ടതിന് ശേഷം അവർ കുറേ നേരം ആകുമ്പോൾ അവർ കിതയ്ക്കും. കാരണം ഇത്ര ഒച്ചത്തിലും ബഹളമൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ശാന്തരാകും. അപ്പം ചോദിക്കും, കഴിഞ്ഞോ, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. അപ്പോഴെന്ത് ചെയ്യും, ഇത്രയും നേരം സംസാരിച്ച ആൾക്ക് ശരിക്കും മാനസികവും ശാരീരികമായിട്ടുള്ള ക്ഷീണം കാണും. അത് ഇത്ര ഒച്ചത്തിൽ കുറേ നേരം സംസാരിച്ച് അപ്പോൾ അവർ ശാന്തരായിട്ടിരിക്കുകയാണ്. അപ്പോഴെന്ത് പറയും, മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലും. അവർ ശ്രദ്ധിക്കും. അല്ലാതെ അവരൊച്ച വയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മളും കുറേ ഒച്ച വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയാമോ? അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല. മൊത്തത്തിലൊരു അവിയൽ പരുവത്തിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങി കിടക്കും ശബ്ദം. പക്ഷേ ഈ 4 വശവും നിൽക്കുന്നവർക്ക് ഏകദേശം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറയാനുള്ള കുറേ കാര്യങ്ങൾ കിട്ടുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ നേർക്ക് ഒരാൾ കൈ ചൂണ്ടി സംസാരിക്കാൻ വന്നാൽ ആദ്യം സംസാരിക്കാനുള്ളവർ പറയട്ടെ, പിന്നീട് നിങ്ങളത് മനസ്സിലാക്കണം അവരെന്തൊക്കെ പറയുന്നു. അത് നിങ്ങളുടെ മനസ്സിലിട്ട് ശരങ്ങളായിട്ട് അവർക്ക് നേരെ അമ്പെയ്യുക എന്ന് പറയുന്നത് പോലെ ചെയ്യുക. ഓരോ ചോദ്യശരവും അവരുടെ ഹൃദയത്തിലേക്ക് കൊള്ളട്ടെ. അങ്ങനെ ഷാർപ്പായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നീടൊരു വഴക്കുമായിട്ട് ആൾ പെട്ടെന്നൊന്നും വരത്തില്ല, ഉറപ്പ് കാര്യമാണ്. കാരണം അവനോട് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അവളോട് വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്ന് അവർക്ക് ബോധ്യം വരും. അപ്പോൾ എന്തു ചെയ്യും, പത്തിയൊന്ന് മടക്കും, അനാവശ്യമായിട്ട് ഒരു കാര്യത്തിനും പോകണ്ട എന്ന് തീരുമാനിക്കും. അതാണ് നിങ്ങളുടെ വിജയം. അല്ലാതെ കുറേ ബഹളം വെച്ച് ഒച്ച ഉണ്ടാക്കി നാട്ടുകാർ മുഴുവൊക്കെ ചീത്തയും പറഞ്ഞ് ബഹളം ഒത്തിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പറയുന്നത് ചുറ്റുപാടുമുള്ളവരും ഈ ആളും കേൾക്കണമെങ്കിൽ അവിടെ നിന്ന് നിശബ്ദമായി പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിലാണ് നമ്മുടെ വിജയം. അതൊരിക്കലും ഒച്ച എടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കുറേ പ്രഷറും കൂടും. പിന്നെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് നോക്കുക. സിനിമ വെറും ഒരു കഥയായി മാത്രം എപ്പോഴും തോന്നരുത്. ജീവിതത്തിലെ കുറേ ഭാഗങ്ങൾ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയ, എന്നെ ആകർഷിച്ച കുറേ സിനിമകളുണ്ട്. കുറേ പഴയ സിനിമകളായാലും
അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്. ഞാൻ ഒരു പേര് മാത്രം പറയാം, നിങ്ങൾ കാണാത്തവർ ഒന്ന് കാണുക സമയം കിട്ടുമ്പോൾ. ഇല്ലെങ്കിൽ ആ കഥ എന്താണെന്ന് ഓർത്തിരിക്കുക. ഒരുപാട് എന്നെ ആകർഷിച്ച ഒരു സിനിമയാണ് അഗ്നിസാക്ഷി. ശോഭനയുടെ അഗ്നിസാക്ഷി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അതിലെ ആ പാട്ട് അതെപ്പോഴും ഇടയ്ക്കെങ്കിലുമൊക്കെ ഞാനതിങ്ങനെ മൂളാറുണ്ട് അല്ലേ. അതിലെന്തോ ഒരു ടച്ച് ചെയ്യുന്ന ഒന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഏതായാലും ഇത് ഇത്രയും കൊണ്ട് നിർത്താം. ഓക്കെ.